നിലവിളക്ക് കൊളുത്തുമ്പോൾ തന്നെ ഉദ്ഘാടനം എന്ന കർമ്മം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. എനിക്കൊരു പരാതിയുള്ളത്, ആ സമയം ഒരു പ്രാർത്ഥന കൂടി ആകാമായിരുന്നു. എന്തോ അത് മൂന്ന് വിട്ടുപോയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൗന പ്രാർത്ഥന നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ പൂർവികരുടെ എല്ലാം ബന്ധസ്മരണകൾ, ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള ബന്ധസ്മരണകളോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതൊന്നും ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. കുറെയെങ്കിലും എന്നിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ ഉറപ്പ് എന്നെനിക്കറിയാം. മാത്രമല്ല, എൻ്റെ ആരോഗ്യസ്ഥിതി പ്രഭാഷണത്തിന് അനുവദിക്കുന്നുമില്ല. ചട്ടമ്പിസ്വാമികളുടെ കാര്യമായതുകൊണ്ടും മുഹമ്മദ് സാറ് വീട്ടിൽ വന്ന് പ്രത്യേകം ക്ഷണിക്കുകയായതുകൊണ്ടും പിന്നെ ഇതിലുള്ള പലരുമായി നല്ല അടുപ്പമുള്ളവരുള്ളത് കൊണ്ടും ഞാൻ സമ്മതിച്ചു. അധികം സംസാരിക്കില്ല എന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ ബ്രഹ്മാനന്ദ സ്വാമികൾ, പരമാനന്ദ സ്വാമികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അഷ്ടബുദ്ധി മഹാമഹമൊക്കെ നിങ്ങൾക്ക് ഗോദവർമ്മയിലൂടെ അറിയാം. അല്ലെങ്കിൽ ഗോദവർമ്മ അതിനെ പൈസ പങ്കിനെ പറ്റി അറിയാം. പക്ഷെ ഗോദവർമ്മയ്ക്ക് മുമ്പ് ഒരു കേരളവർമ്മയായിരുന്നു 71 നാടുമായി. ആ കേരളവർമ്മയുടെ മകൻ കുഞ്ഞൻപിള്ള ഉണ്ടായിരുന്നു. ആ കുഞ്ഞൻപിള്ള എന്ന ബ്രഹ്മാനന്ദ സ്വാമി, ഒരുപക്ഷെ അറിയാൻ മേലാത്ത ആളുകളിവിടെ കാണുന്നതുകൂടിയാണ്. അദ്ദേഹമാണ് എല്ലാപ്പള്ളി നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ പേരിലുള്ള ആശ്രമത്തിലെ അധിപതിയായി അവസാനം അവിടെയായിരുന്നു. പിന്നെ ഉള്ളത് പരമാനന്ദ സ്വാമികളാണ്. രവിവർമ്മര് എന്ന് പറയുന്നത് കൊച്ചുകൃഷ്ണന്റെ അനിയൻ, അല്ലെങ്കിൽ കേരളവർമ്മയുടെ അനിയൻ. ആ രവിവർമ്മരുടെ മകനാണ് കൊച്ചുകൃഷ്ണൻ എന്ന് പറയുന്നയാൾ. ചട്ടമ്പിസ്വാമികൾ എഴുപത്തിൽ താമസിച്ച് മതപാഠശാലയിൽ തുടങ്ങിയ കാലത്ത് 5 വയസ്സുള്ള കൊച്ചുകൃഷ്ണനെ ഭാഗവതരെ എന്ന് വിളിച്ച് അടുക്കലിരുത്തി ആദ്യമായിട്ട് നാവിൽ നിന്നൊരു പാട്ട് വരികയാണ്. സ്വാമികൾ പറഞ്ഞു, ഈ കീർത്തനം പാടും. ചട്ടമ്പിസ്വാമികൾ ഈ കൊച്ചുകൃഷ്ണന്റെ ചേട്ടനുമുണ്ട് അവിടെ, അതും ഭാഗവതരാണ്. ആദ്യമായിട്ട് കൊച്ചുകൃഷ്ണൻ ഈ 5 വയസ്സിൽ സ്വാമികൾ പറഞ്ഞത് ആദ്യം കേൾക്കുകയാണ്. എന്നിട്ടും ആ കീർത്തനം പാടി. രാഗം തെറ്റാതെ, താളം തെറ്റാതെ എങ്ങനെ ഇത് പാടിയെന്ന് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അത്ഭുതമായി. പിന്നീട് സ്ഥിരം സ്വാമികളുടെ ഭജനയിൽ പങ്കെടുക്കുക ശീലമായി. ആ കൊച്ചുകൃഷ്ണനാണ് പരമാനന്ദ സ്വാമി. അപ്പൊ ഇങ്ങനെ പരമാനന്ദ സ്വാമികളും ബ്രഹ്മാനന്ദ സ്വാമികളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മാനന്ദ സ്വാമികളുമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം നേരിൽ പറഞ്ഞ പല കഥകളറിയും. അതെല്ലാം ഇരിക്കട്ടെ. ഇന്നത്തെ സെമിനാറിന്റെ പ്രസക്തി
വരാം അല്പം വാക്കുകളിലൂടെ. ഇന്നലെ അറിയാത്ത ജനത വേരറ്റ മരമാണ് എന്നൊരു ഐറിഷ് പഴമൊഴിയാണ്. ഇതെല്ലാ തലങ്ങളിലും എല്ലാ ദേശങ്ങളിലും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ബോധമില്ലാത്ത ജനത ആ രാജ്യം നശിപ്പിക്കും. ഇന്നലെ അറിയാത്ത ജനത എന്ന് പറഞ്ഞാൽ സംസ്കാരബോധമില്ലാത്ത ജനത. അതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. എന്തായിരുന്നു നമ്മൾ, എന്താകണം നമ്മൾ, എന്താണ് നമ്മുടെ ജന്മം കൊണ്ട് സാധിക്കേണ്ടത്, നാം എന്തിനാണ് ഇവിടെ വന്നത്, നാം എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനിടയിൽ നാം എന്തെല്ലാം അറിയണം. ഇതൊക്കെ ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു തന്നത് ആധുനിക കാലത്തെ നവോത്ഥാന നായകനായി ചട്ടമ്പിസ്വാമികളെ നമ്മൾ വിശേഷിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നാം ആരാണ്, എന്താണ് നമ്മുടെ സംസ്കാരം, നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നത് കൊണ്ടാണ്. ഇതുവരെ ആരും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മുൻപ് പറഞ്ഞു തന്നിട്ടില്ല ഈ വക കാര്യങ്ങൾ. വായന ഇല്ലാതായി, ചരിത്രവും സംസ്കാരവും അറിയാതെയായി, ആർക്കും ആരെയും എന്തും ചെയ്യാമെന്നായി, ആരും ചോദിക്കാനില്ലാതെയായി. അതാണ് ഇന്നത്തെ കാലമെങ്കിൽ അതാണ് ചട്ടമ്പിസ്വാമികളുടെ പ്രസക്തി. നാം എങ്ങനെ ജീവിക്കണം, സ്ത്രീ പുരുഷന്മാരെ പറ്റി, സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനമാണല്ലോ പ്രപഞ്ചത്തിൽ, സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനം, അദ്ദേഹം ചെയ്തൊരു പ്രഭാഷണമാണ്. ഇന്നിപ്പോൾ സ്ത്രീകളുടെ സ്ഥാനം മാത്രമേ ഇന്നത്തെ വിഷയത്തിലുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പുരുഷനില്ലാതെ സ്ത്രീയുണ്ടോ, സ്ത്രീയില്ലാതെ പുരുഷനുണ്ടോ? പക്ഷേ പുരുഷനെ സ്ത്രീയെ പറ്റിയുള്ള ചർച്ച അല്ലെങ്കിൽ പ്രഭാഷണം സ്വാമികൾ ആരംഭിക്കുന്നത് മൂലപ്രകൃതിയിലും ബ്രഹ്മചൈതന്യത്തിലും നിന്നാണ്. മൂലപ്രകൃതിയെ സ്ത്രീയായും ബ്രഹ്മചൈതന്യത്തെ പുരുഷനായും വിവക്ഷിച്ചുകൊണ്ടാണ് ആ ചർച്ച ആരംഭിക്കുന്നത്. ഇതാണ് പ്രകൃതി പുരുഷ ഐക്യം. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, കാരണം മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്നില്ല. പ്രകൃതിയും പുരുഷനും അല്ലെങ്കിൽ മൂലപ്രകൃതിയും ബ്രഹ്മചൈതന്യവും എങ്ങനെ യോഗക്ഷേമത്തിന് വഴിയൊരുക്കുന്നു, എങ്ങനെ പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഉണ്ടാകുന്നു, അത് തന്നെ ചട്ടമ്പിസ്വാമികൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബത്തിൽ യോഗക്ഷേമം ഉണ്ടാകണമെങ്കിൽ സ്ത്രീയും പുരുഷനും മക്കളും തമ്മിൽ
എങ്ങനെ ഐക്യത്തോടെ സഹോദരത്വത്തോടെ കഴിയണം, പെരുമാറണം. ആ ഭാഗം വായിക്കുമ്പോൾ ആർക്കും ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഓർമ്മ വരും. അമ്മയുടെ സ്ത്രീയെ അമ്മയായിട്ടാണ് ചട്ടമ്പിസ്വാമികൾ ഏറെ ഭർത്താവ് പുത്രനായി ജനിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. സ്ത്രീയെ അമ്മയായി കണ്ടുകൊണ്ട് മാതാവിനെ, ആ പ്രപഞ്ച മാതാവ് തന്നെയാണ് നമ്മുടെ മാതാവ് എന്ന ബോധം ജനിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അതിനകത്ത് കണക്ക് ചെയ്യുന്നത് പോലെയാണ്, വഴികൾ എഴുതി കണക്ക് ചെയ്യുന്നത് പോലെയാണ് പഴയ സ്മൃതിയിലും ശ്രുതിയിലും എല്ലാമുള്ള ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളിൽ എത്തുന്നു. അപ്പൊ ഇന്ന് എങ്ങനെ ജീവിക്കണം എന്ന് വഴിതെറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ പാഠമാണ് പ്രപഞ്ചത്തിൽ പുരുഷൻ സ്ത്രീക്കുള്ള സ്ഥാനം എന്ന പ്രഭാഷണം അല്ലെങ്കിൽ ആ ഗ്രന്ഥം. വേദാധികാര നിരൂപണത്തെ പറ്റി സ്വല്പം നമ്മളെല്ലാവരും പറയും, വേദം 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 എന്ന് പറയും. ആ ജ്ഞാനത്തിന്റെ അക്ഷയനിധി ചട്ടമ്പിസ്വാമികൾ 150 വർഷം മുമ്പ് പറഞ്ഞെങ്കിലും ഇന്നും അത് വായിക്കുന്ന എത്ര പേര്? വേദം എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം, ബ്രഹ്മജ്ഞാനത്തിൽ താല്പര്യമുള്ള ആർക്കും വേദം വായിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ വേദം പഠിക്കാനും അവകാശമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വേദം പഠിക്കാതിരിക്കുന്നു. ആ പുസ്തകം തുറന്നു നോക്കാൻ പോലും മനസ്സില്ലാത്ത ആളുകൾ ഏറി വരുന്നത് കൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ തരത്തിൽ ഈ അക്രമവാസനയും എല്ലാം ഉണ്ടാകും. വേദോപനിഷത്തുകൾ പോയിട്ട് പുരാണേതിഹാസങ്ങളെ പോലും ആക്ഷേപിക്കുകയാണ് ഇന്ന്. ഭാരതത്തെ ഒരു രാജ്യമായി കാണാൻ ഇന്നത്തെ ഏറിയ പങ്കാളുകൾക്കും പറ്റുന്നില്ല. അതാണല്ലോ വന്ദേ മാതരം പാടെഴുതുന്നത്. നാം എവിടെയാണ് ജീവിക്കുന്നത്? രാഷ്ട്രമില്ലെങ്കിൽ ഒരു പൗരന്റെ സ്ഥിതി എന്താണ്? അങ്ങനെയുള്ള ഈ രാജ്യം നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള രാജ്യം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ചുറ്റിനും വളരുന്നു എന്നതാണ് ഈ വേദപഠനം നിർബന്ധമാക്കണം, അല്ലെങ്കിൽ വേദം എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം. അറിവുണ്ടായാൽ ഇതൊക്കെ ഉണ്ടായ ഈ രാജ്യത്തെ നമുക്കെങ്ങനെ വിസ്മരിക്കാനാവും? ഭാരതമാതാവാണ്. ആകാശത്തിന്റെ കുടക്കീഴിൽ മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഏതൊരു രാജ്യമുണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ ഭാരതത്തിലേക്ക് വിരൽ ചൂണ്ടും എന്ന് മാക്സിമുള്ളവർ പറയുകയുണ്ടായി. നമുക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളതിൻ്റെ കീഴിലിരുന്ന് എങ്ങനെയാ കുട നശിപ്പിക്കാം എന്നാലോചിച്ചു. രാമായണം
യുദ്ധത്തിൻ്റെ കഥയെ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ യുദ്ധം ചെയ്യണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ലേഖനം വന്നല്ലോ, ബലാത്സംഗത്തിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ആ വാൽമീകി രാമായണത്തിലെ ഞാൻ ഇന്ന് മനഃപൂർവ്വം ആ ലേഖനം കൂടി കണ്ടതുകൊണ്ട് ഇന്നലത്തെ രാമായണ പൊരുൾ ഞാൻ വാൽമീകി രാമായണത്തിലെ ചിത്രകൂടത്തിലെ രാമഭരത സംവാദമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഭരണാധികാരികൾ എങ്ങനെയായിരിക്കും? വളരെ വ്യക്തമായി ശ്രീരാമൻ ഭരതന് ഉപദേശിച്ചു കൊടുത്തു. വേണ്ടതൊന്നും കാണുന്നില്ല. തിന്മയെ നശിപ്പിക്കാൻ വേണ്ടി ഹിംസ ആവശ്യമില്ല. തിന്മയെ ഇല്ലാതാക്കാൻ. അതാണല്ലോ. അത് തന്നെയല്ല ഞാൻ ഈ രാമായണത്തെ പറ്റി പറയാനൊരു കാര്യം, ശ്രീരാമനെ പുരുഷനായും സീതയെ മൂലപ്രകൃതിയായും വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പഠനങ്ങളുണ്ടായിരുന്നു. അപ്പം വേദാധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ നാം അതൊക്കെ പഠിക്കണം എന്ന് ചോദിക്കാം. അറിവില്ലാതെ പോകുന്നു. അറിവില്ലാതെ പോകുമ്പോൾ സംസ്കാരമില്ലാതെ പോകുന്നു. അങ്ങനെ നമ്മുടെ വേരുകൾ മറിഞ്ഞു പോകുന്നു. പാറപ്പുറത്ത് കിടക്കുന്ന വിത്തുകളായിട്ട് നമ്മൾ ഉണങ്ങി കരിഞ്ഞു പോകുന്നു. ഇതിനൊരു പ്രതിവിധിയായിരുന്നു ഭാഷ സാമ്രാജ്യം സൃഷ്ടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ആദിഭാഷയിലൂടെ ചട്ടമ്പിസ്വാമികൾ ചെയ്തതാണ് സാമ്രാജ്യം സൃഷ്ടിക്കുക. കാലം എത്ര കഴിഞ്ഞാലും ചട്ടമ്പിസ്വാമികളുടെ പ്രസക്തി അല്പം പോലും വന്നുകയില്ല. ഇന്നും ആർക്കും ചെന്നെത്താൻ പറ്റാത്ത എത്രയെത്ര വിഷയങ്ങൾ സ്വാമികൾ ഗവേഷണത്തിന് പ്രയോജനപ്പെടുത്തി. ഇന്നും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗവേഷകൻ ആധ്യാത്മിക ചൈതന്യം. ആ ചൈതന്യത്തിൽ ഒരല്പമെങ്കിലും ഉൾക്കൊള്ളാൻ ഈ മോഹൻകുമാർ സാറിന്റെ ഈ ശ്രമം, ധർമ്മപ്രചാര സഭയുടെ ഈ ശ്രമം സഫലമായാൽ അത് തന്നെ വലിയ കാര്യം. ജി ശങ്കരപ്പിള്ളയുടെ ഒരു നാടകമുണ്ട്, അവതരണം ഭ്രാന്താലയം. അതിലെ രാജാവ് ഏറ്റവും വലിയ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് കാത്ത് സമീപ രാജ്യങ്ങളിൽ നിന്ന് പോലും വലിയ വേളക്കാരെ കൊണ്ടുപോകും. രാജ്ഞി പറഞ്ഞു, രാജ്ഞി അടുത്ത തോഴിയോട് പറഞ്ഞു, വലിയ ശബ്ദം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനിടെ ഒച്ച വെച്ചാൽ പറ്റിയ ഉണ്ടാതിരിക്കണം. അത് കർണാടകയെ പകർന്ന് വലിയ ശബ്ദം വരുന്ന സമയമായപ്പോ മേളക്കാരെല്ലാം നിശബ്ദമായി, പൂർണ്ണ നിശബ്ദം. അപ്പോൾ രാജാവ് അങ്ങ് അകലെ നിന്നും ഒരു പുഴുവൻ വീണ വായിക്കുന്നത്, ആ പുഴുവനെ വിളിച്ച് രാജാവ് പുരസ്കാരം നൽകി എന്നാണ് ഏറ്റവും വലിയ ശബ്ദം, ഏറ്റവും മനോഹരമായ ശബ്ദം. ആ മനോഹരമായ ശബ്ദത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ കാതോർത്തിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ചട്ടമ്പിസ്വാമികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ വീണ്ടും പ്രണമിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു.